ഹായ്, എൻ്റെ പേര് നിതിഷ ചന്ദ്രു. സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് ഫെമിലിയർ അല്ലാത്ത ഫേസ് ആയതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തൽ അനിവാര്യമാണ്. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ കമൻറ്റ് സെഷനിലായിരുന്നു കൂടുതലെന്ന് മാത്രം. ഇപ്പോഴും ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ചില ആളുകളുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ള മടി അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വ്യഗ്രത അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി ആ ഒരു സർക്കിളിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പെട്ട ഒരാളാണ് ഞാൻ. അപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ കമൻറ്റ് സെക്ഷനിൽ മാത്രം ഒതുങ്ങിപ്പോയ ചില ആളുകളെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ റിയാലിറ്റി പറയാൻ നമ്മൾ മുന്നോട്ട് വന്നേ മതിയാകുള്ളൂ. അപ്പോൾ അക്കൂട്ടത്തിൽ പെട്ട, അതായത് നിങ്ങളിൽപ്പെട്ട ഒരു പ്രതിനിധിയായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് ഈ ഒരു തോട്ട് ഉണ്ടായത് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതലാണ്. ബിഗ് ബോസ് തുടങ്ങി നമ്മൾ ജാസ്മിൻ എന്നൊരു പെൺകുട്ടിയെ വല്ലാതെ ബുള്ളി ചെയ്ത് എന്താ പറയുക, ഒരു ഒന്നിനും അല്ലാത്ത ഒരു പെണ്ണായിട്ട് മാറ്റിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോ കോൾഡ് യൂട്യൂബേഴ്സ് ഫാമിലി ഓർ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയൊരു മൈനോറിറ്റി ആൾക്കാരിലേക്ക് അത് ഒതുങ്ങിപ്പോയതിൻ്റെ കാരണവും ഇവർ ഈ ഒരു സർക്കിളിലുള്ള ആൾക്കാരുടെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ തന്നെയാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. ഇപ്പം നമ്മളടക്കം നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്തു, ഇല്ല ഓപ്പണായിട്ട് തന്നെ പറയാം, ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്കും നമ്മുടെ ഫാമിലിയിലേക്കും വന്ന സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മാനസികാവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാനേ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞു, ബിഗ് ബോസ് കഴിഞ്ഞു, ആളൊക്കെ പുറത്ത് വന്നു. മേ ബി എന്തുകൊണ്ടാണെന്നറിയില്ല, അതിനുശേഷം അവർക്ക് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ വേണ്ട. മേ ബി അവൾ പുറത്ത് വന്നതിന് ശേഷം കിട്ടുന്ന ഒരു എഫക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വാണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി എന്നെ തൊട്ട് കളിച്ചാൽ എന്നുള്ള രീതിയിൽ. നമ്മൾക്കൊക്കെ അറിയാം ആളുടെ ആ ഒരു ടാലൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ഇവർ കുറച്ച് എന്താ പറയുക, കുറച്ചൊരു പേടിച്ച് പിറകിലോട്ടേക്ക് പോയതുപോലെ തോന്നി. എനിവേ ദാറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ. കാരണം പിന്നെയും പുള്ളി എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ പിന്നെയും കേൾക്കേണ്ടി വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് കിട്ടിയേരാന്ന് പറയുന്നത് ഒലീവിയ ഡിസൈൻസ്. അതാണ് ഈവൺ ഒലിവിയ ഡിസൈൻസിൻ്റെ ആ ഒരു ഇവർ ഈ ഒരു സർക്കിളിൽ കിടന്നിട്ട് പിന്നെ റിയാക്ട് ചെയ്യുക ഈ ഒരു സംഭവം കണ്ടപ്പോഴും എന്തൊക്കെയോ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴും കരുതിയതാണ് ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളത്. പക്ഷേ എല്ലാം കൂടെ ഒത്തു വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഒലിവിയ ഡിസൈൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. കാരണം എനിക്കൊരുപാട് കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. അപ്പം പറയാനുള്ളതൊക്കെ നമ്മൾക്കിപ്പോൾ കൂടുതലും പറയാനുള്ളിരുന്നത് അവരുടെ അടുത്തായിരുന്നു, ഈ അച്ചു എന്ന് പറയുന്ന അശ്വതിയുടെ അടുത്തായിരുന്നു. പക്ഷേ ആളുടെ കമൻറ്റ് ബോക്സും ഈവൻ ഇൻസ്റ്റാ മെസ്സേജസും ഒന്നും നമ്മൾക്ക് യൂസ് ചെയ്യാൻ തക്ക പാകത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് ലീവ് ഇറ്റ്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ, അതായത് ഹെലൻ ഓഫ് സ്പാർട്ട, നമ്മൾ കണ്ടതാണ്. ആൾ നല്ല രീതിയിൽ സംസാരിക്കാനും കുറച്ച് വിവരവും ബുദ്ധിയുള്ള ഒക്കെ കുട്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു സമയത്ത് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങുമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ, അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നൊരു കുട്ടിയാണ്. അന്നും നമ്മൾ ഈ പറയുന്ന കമൻറ്റ് സെക്ഷനിലുള്ളവർ, അതായത് ഞാനടങ്ങുന്ന നിങ്ങൾ, ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതേ സപ്പോർട്ട് ചെയ്ത കുട്ടിയെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ജാസ്മിൻ ജാഫറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് വളരെ മോശമായിട്ട്, ഏറ്റവും വികൃതമായ രീതിയിൽ ഒരു പെണ്ണെന്ന നിലയിൽ, അത് തീർച്ചയായിട്ടും പറയാം, ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്തും ഒരു പെണ്ണെന്ന നിലയിൽ ഏറ്റവും വൾഗറായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ അടക്കം തംനെയിൽ കൊണ്ടും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും വികൃതമായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ആൾ തന്നെയാണ് ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ധന്യ. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ധന്യയെ ശ്രദ്ധിച്ചത്. കാരണം നമ്മൾക്കൊരു എതിർപ്പ് വരാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ കാണുന്നവരെ, അതായത് വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ കേൾക്കുന്നവരെ, ഓഡിയൻസിനെയൊക്കെ വളരെ പുച്ഛത്തോടെയാണ് ആള് സംബോധന ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആളത് തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ വരുന്ന നെഗറ്റീവ്സിനും കാര്യത്തിനൊക്കെ ആൾ നല്ല രീതിയിൽ കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇട്ട മെസ്സേജിനൊക്കെ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആളുടെ വീഡിയോയിൽ ആളെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ഒരിക്കലും കമൻറ്റ് സെക്ഷനൊന്നും നോക്കാൻ പോകുന്നില്ല, അപ്പം നിങ്ങൾ കാണുന്നവർ നിങ്ങൾക്ക് ടൈം പാസ് ആവണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടോളൂ, ആ രീതിയിലുള്ളൊരു സംസാരമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾക്കിപ്പം ഇതെന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ
ഇപ്പം നമ്മളിപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമൊന്നുമല്ല, എങ്കിൽ പോലും പറയാം. അപ്പോൾ ആ വഴിക്ക് പോകാറില്ല. പക്ഷേ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാൻ നോക്കാറുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും രീതിയിൽ ബുള്ളിങ് ചെയ്തിട്ട് അത്രയും രീതിയിൽ പ്രതികരിച്ച, ഈവൻ ആ കുട്ടി ആ സമയത്ത് വളരെ മോശമായ വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട്, ഈവൻ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അരാജകമെന്ന് തോന്നുന്ന തരത്തിലുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഓപ്പോസിറ്റിൽ നിന്നായിരിക്കാം ഫസ്റ്റ് ആ ഒരു അറ്റാക്ക് വന്നത്, തിരിച്ച് പറയുന്ന സമയത്തും നമ്മൾ അങ്ങനെ ഒരുപാട് ഒന്നും അക്കേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു എന്നുള്ളത്. ഈ പറയുന്ന കമൻറ്റ് സെഷൻ എന്ന് പറയുന്നത് ചെറുതല്ല, നമ്മൾ എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ടിയല്ല, നമ്മൾ വലിയൊരു ആൾക്കാർ തന്നെയാണ്. അവർക്ക് കിട്ടുന്ന ഓരോ വ്യൂസും നമ്മുടെ പോലെയുള്ള ഓരോരുത്തർ കാണുന്ന ഒരു വ്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, നോട്ട് ഈവൻ ഒരു 0% വാല്യൂ കൊടുക്കുന്നത് പോലെ തോന്നിയിട്ടില്ല. പിന്നെ ആര് കാണേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇരുന്ന് കാണേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷേ അവർക്ക് പോലും ഒരു 0% ആയിരുന്നു എന്താ പറയുക കൊടുക്കുന്ന വാല്യൂ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയും ധൈര്യം എന്ന് പറയുന്നത്? ഒരിക്കലും ഒരു എന്താ പറയേണ്ട, അങ്ങനെ ധൈര്യം എന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട് പിന്നെയും ഇതേപോലെയുള്ള തംബ്നെയിൽസ് ഇട്ടിട്ടും, അല്ലെങ്കിൽ തംബ്നെയിൽസ് മാത്രമല്ല, ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ഫാമിലിയിൽ കയറി അറ്റാക്ക് ചെയ്യാൻ വിധത്തിലുള്ള ധൈര്യം, അതായത് വേറെ വേർഡ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള ഒരു എങ്ങനെയാണ് ആ ഒരു ഇത് കിട്ടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. മേ ബി എനിക്ക് ചിന്തിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ആരുടെ അടുത്ത് കുതിര കയറി കഴിഞ്ഞാലും ഒരാൾ പോലും ഈ കുട്ടിയെ തിരിച്ചൊന്നും പറയുന്നില്ല, അതുകൊണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും തിരിച്ച് അറ്റാക്ക് ചെയ്താലല്ലേ നമ്മൾക്ക് അയ്യോ ഇവർ പറയുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമല്ലോ എന്നുള്ളൂ. മേ ബി ആ കമൻറ്റ് സെക്ഷനിലുള്ള നെഗറ്റീവ്സ് വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പേടിച്ചിട്ടായിരിക്കാം തിരിച്ച് ഏത് രീതിയിലാണ് പ്രതികരിക്കുക. കാരണം കമൻസ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊന്നും പറയാത്തത്. പക്ഷേ നമ്മളെപ്പോലെ കണ്ട് മടുത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകൾ, എന്നെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരും. ഇനിയുള്ള നാളുകളിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. കാരണം നമുക്ക് വേറെ രക്ഷയില്ല. ഇവർ ഈ ഒരു സർക്കിളുള്ളവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഇന്നലെ ജെബി ഇട്ട ഒരു വീഡിയോയും അതിന് പിറകെ മറ്റുള്ളവർ റിയാക്ട് ചെയ്ത്, അതായത് അവരുടെ ആ ഒരു സോറി പറച്ചിലിനെ എത്ര കണ്ട് വെളുപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് വെളുപ്പിച്ചിട്ടാണ് മറ്റുള്ളവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഈ പാസ്റ്റ് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പിറകെയൊന്നും പോകണ്ട, ഒരു 6-7 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജാസ്മിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ജാസ്മിൻ്റെ കാര്യം പിന്നെയും പറയേണ്ടി വരുന്നത് വേറൊന്നുമല്ല. നിങ്ങൾ ആ കുട്ടിയുടെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി. ഇപ്പോഴും എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നു, ഇതൊന്നും അറിയില്ല. പക്ഷേ ആ സമയത്ത് ഇട്ട തംബ്നെയിലും ആ സംസാരിച്ച രീതി, ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവും. അപ്പം ജാസ്മിനെയൊക്കെ ഈ രീതിയിൽ പറഞ്ഞ ആള് ആ സമയത്ത് എന്താ പറയുക, ഇപ്പോഴൊരു സോറി പറഞ്ഞത് കൊണ്ട് മാത്രം ആളെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഒരിക്കലും ജാസ്മിൻ അവിടെ എനിക്ക് വോട്ട് ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മുടെ ഒലീവിയ ഡിസൈൻസിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരിക്കലും നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കണമെന്നോ ആരെയും ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ജെബി ജംഗ്ഷൻ ഇട്ട ആ ഒരു വീഡിയോ എന്താണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, ആൾക്ക് ഒരു 3-4 കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാനുണ്ട്. അതിൽ ഏറ്റവും മെയിനാണ്, ഞാൻ ഇതുവരെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന പോയിന്റ് വരെ ഞാൻ ആ പോയിന്റ് ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇതിനിപ്പോൾ എത്ര ആൾക്കാരുടെ ഇടയിൽ എത്തുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. ഈ ഒരു പ്രൊമോഷൻ വീഡിയോ, അതായത് ജെബി പുറത്ത് വിട്ട അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞിരുന്ന ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന സോ കോൾഡ് പ്രൊമോഷൻ വീഡിയോ ആളിട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും നോട്ട് ഓൺലി മലയാളീസ്, ഇത് നോൺ മലയാളീസും അതുപോലെ കേരളത്തിന് പുറത്തുള്ളവരിലും ഒരുപാട് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മദർ ടങ്, ഇതൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം അവൾ ഇട്ടിരിക്കുന്നത് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് തന്നെ ഇട്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലല്ല, വളരെ കുറച്ച് ഫോളോവേഴ്സുള്ള യൂട്യൂബ് ഫാമിലിയിലല്ല ഇട്ടിരിക്കുന്നത്, 1 million+ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റയിലാണ്. ഈവൻ ഈ പ്രൊമോഷൻ ആരാണോ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആളുടെ ഇൻസ്റ്റാ പേജിലും അത് ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നോർമലി നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളിത് കാണുന്ന ആൾക്കാർ ഈ കുട്ടി ഏതാണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ 1 million+ ഉള്ള ആൾക്കാരുള്ള ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്.
മനസ്സിലായില്ലേ? അത്രയും ഫോളോവേഴ്സ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഒരു ഇത് തോന്നും. കാരണം നമ്മളെന്താ വിചാരിക്കും, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നത് അവർക്കും ഇങ്ങനെയുള്ളൊരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്കും ഈ പറയുന്ന ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് സംഭവമില്ലേ, അതെന്താ പറഞ്ഞില്ലേ, അത് സർട്ടിഫിക്കറ്റ്, എന്താണ് ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ. കോമഡിയാണ് കേട്ടോ ഇതൊക്കെ. ഇത്രയും വിവരമുള്ള എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ കിട്ടിയത് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവാം, ഡെഫിനറ്റ്ലി ഉണ്ടാവാം. പിന്നെ ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്താണ്, ഇപ്പോഴും രണ്ടാമതായിട്ട് ഈ ഒരു അപ്പോളജി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അത് പക്ക മലയാളത്തിലാണ്, അതും യൂട്യൂബ് ഷോർട്ട് വീഡിയോയിലാണ് ആളിട്ടിരിക്കുന്നത്. ഈ പറയുന്ന ഷോർട്ട് വീഡിയോ എത്ര ആൾക്കാരിലേക്ക് എത്തും? കൂടി വന്നാൽ മലയാളീസിലേക്ക് എത്തും, വിത്തിൻ കേരളത്തിൽ ഒതുങ്ങിപ്പോവും. പക്ഷേ ആളിട്ടിരിക്കുന്നത്, ആൾ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, പുറത്തും കൂടിയാണ് അല്ലേ? നമ്മളിപ്പം എന്താ പറയുക, എന്തോരം യൂട്യൂബേഴ്സിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അത് മലയാളീസ് മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ ആൾക്ക് അറിയാം, ആൾക്ക് കിട്ടിയ ആ ഒരു പ്രൊമോഷൻ എമൗണ്ട് ആണെങ്കിലും അതിൽ നിന്ന് കിട്ടിയ വരുമാനമാണെങ്കിലും ആളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. ഇനിയും ആൾക്കാർ ആ കുഴിയിൽ പോയി ചാടണം. കാരണം ചാടുന്നതനുസരിച്ചിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയില്ല, കേൾക്കുന്നു നമുക്കറിയില്ല. ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല, കാണാത്ത കാര്യം പറയാൻ പാടില്ല, കേട്ടത് മാത്രം വിശ്വസിക്കാനും പാടില്ല. അങ്ങനെ അതൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് പോയില്ല? മേ ബി ഇനി അങ്ങോട്ട് ഇടുമായിരിക്കാം. പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കാത്ത കാര്യം, ഒരുപാടൊന്നും ആൾക്കാർ ചിന്തിക്കാത്ത കാര്യമാണ്. ചിന്തിക്കണമായിരുന്നു, പക്ഷേ ചിന്തിക്കില്ല. എന്തുകൊണ്ടാണ്? ഇവർ ഈ സർക്കിളിലുള്ള ആൾക്കാരുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നെയും പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ മുന്നോട്ട് വരേണ്ടി വരുന്നത്. കാരണം കാണുന്നവനും കേൾക്കുന്നവനും വായിക്കുന്നവനും ബുദ്ധിയില്ലാത്തവരല്ല നമ്മൾ, വ്യൂവേഴ്സ്. തീർച്ചയായിട്ടും നമ്മളിതുപോലെ പ്രതികരിച്ചേ മതിയാകുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ ഈ കമ്മ്യൂണിറ്റിയിലുള്ള യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇപ്പം പേര് മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടി 1, 2, 3, 4 അതിലപ്പുറത്തേക്കുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും കണ്ടില്ല. പക്ഷേ മെയിൻ സ്ട്രീമിൽ, അതായത് ഈ ബിഗ് ബോസ് മുതൽ ഇച്ചിരി വ്യൂസ് കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട്. കന്നഡ വെച്ച ആൾക്കാരും കന്നഡ വെക്കാത്ത ആൾക്കാരും, ഒരു കുഞ്ഞു ബോക്സിൽ എപ്പോഴും മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ആക്ച്വലി പറഞ്ഞു തുടങ്ങിയത് ധന്യയുടെ കാര്യങ്ങളാണെങ്കിൽ കൂടെ, തംബ്നെയിൽ അതാണെങ്കിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് മറ്റേ വേറെ യൂട്യൂബേഴ്സ് എങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഫാമിലിയെ വെച്ച് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇവരിൽ തമ്മിൽ എന്താ പറയുക, ധന്യയിൽ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സോറി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ? ഇപ്പോൾ ഒരു കൊലപാതകയ്ക്ക് പോലും ഞാൻ കൊന്നു കഴിഞ്ഞു, ഞാൻ എന്താ പറയുക, മരിക്കുന്നില്ല എന്ന് ഞാൻ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു വെളുപ്പിക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതെന്താ അങ്ങനെ? അപ്പം നിങ്ങളിൽപ്പെട്ട ഒരാൾ ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് അത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ അത് തീരുമോ? അങ്ങനെയാണെങ്കിൽ ഒലിവിയ ഡിസൈൻസിലെ അച്ചു എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞു നിങ്ങളടുത്ത്, എത്ര പ്രാവശ്യം അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ട് നിങ്ങൾ തെളിവുമായിട്ട് വന്നാൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതൊന്നും നിങ്ങൾക്ക് സോറി ആയിട്ട് തോന്നിയില്ലേ? ഈവൺ ജാസ്മിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾ പുറത്ത് വന്നപ്പോൾ ഒറ്റൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലും ആൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എൻ്റെ മിസ്റ്റേക്സ് ഉണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വിട്ടോ. എന്നിട്ട് നിങ്ങൾ ഓക്കെ അവരിങ്ങനെ പറഞ്ഞല്ലോ, ഇനി ആരും പറയരുത്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്ത വീഡിയോസൊക്കെ മാറ്റി വെക്കട്ടെ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തു? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ? അപ്പോൾ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ആഹാ ഓഹോ സംഭവമാണോ ഇത്? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുറത്താണെങ്കിൽ നിങ്ങൾ കൂട്ടമായിട്ട് ആക്രമിച്ച് അവരെ ഇല്ലാതാക്കും, അങ്ങനെയാണോ? അപ്പോൾ അതാണ് പറഞ്ഞത്. അതൊക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് കാലമൊന്നും ആരെയും നമുക്ക് ഇതുപോലെ ഫേവർ ചെയ്തിട്ട് സേവ് ചെയ്യാനൊന്നും പറ്റില്ല. ഏതെങ്കിലും കാലം ഇതുപോലെ അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കും. ദിസ് ഈസ് നോട്ട് അറ്റാക്ക് അല്ല, ഇത് അറ്റാക്ക് എന്ന് പറയാൻ പറ്റും. ഇത് എന്താ പറയുക, ഇൻഡീഡ് ആവശ്യമുള്ളതായിരുന്നു, അത്യാവശ്യമുള്ളതായിരുന്നു. ഇപ്പോൾ ഹെലനോസ് പാട്ടേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, അതിന് താങ്ക്സ് ടു JB 100% നമ്മളത് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഓരോരുത്തർ, നമ്മൾ ഇത്രയും കാലം ഇവരെ കണ്ടുകൊണ്ടിരുന്ന ഓരോ ആൾക്കാരും നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഈ JB ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലിലാണ്. കാരണം ആളാണ് ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെട്ടത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആൾ ഭയങ്കരമായിട്ടൊരു മിസ്റ്റേക്ക് ചെയ്തു. ഈ ഒരു പ്രൊമോഷൻ കാരണം എത്ര പേര് പൈസ ഇട്ടിട്ടുണ്ടാവാം, എത്ര പേർക്ക് പൈസ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി എത്ര പേര് ഇടാൻ ഇരിക്കുന്നുണ്ടാവാം. ഇതൊക്കെ അതിനൊരു കാരണം ഈ ഒരു വ്യക്തിയാണെന്ന നിലക്ക് ഒരു സോറി കൊണ്ട് എവിടെയാണത് സോൾവായി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരിക്കലും അത് സോൾവ് ആവില്ല. കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇത്രയും ഗഹനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് സംസാരിക്കുന്ന കുടുംബജീവിതത്തിനെ പറ്റിയും സാമൂഹിക പ്രതിബദ്ധതയെ പറ്റിയൊക്കെ ഇത്ര വിശകലനം ചെയ്ത് സംസാരിക്കുന്ന ഒരാൾക്ക് ഈ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ പോലെയുള്ള ഒരുപാട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. കാരണം നമ്മളത് ശ്രദ്ധിക്കാൻ പോകാറില്ല. അങ്ങനെയുള്ള ഈ ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഈ എന്താ പറയുക ഡബിൾ എന്തോ സംഭവം പറയും അതിനൊരു വീട് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി അറിയില്ല എന്ന് പറയുന്നത് അവർ അയച്ചു കൊടുത്തു, കുറച്ച് എന്താ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു. അത് ഞാനങ്ങ് വിശ്വസിച്ചു. അത് ഞാൻ ഇവിടെ ഇടാം എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടതൊന്നും കണ്ടില്ല. മനസ്സിലായില്ലേ? ഇട്ടതൊന്നും കണ്ടില്ല. കാരണം അങ്ങനെ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. പൈസ കിട്ടി സംഭവം ചെയ്തു, അത്രേ ഉള്ളൂ. കാണിക്കാനൊന്നുമില്ല. അവിടെ ഡോക്യുമെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ളതാണോ ആൾ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും. അപ്പോൾ എനിക്കും കിട്ടണം പണം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ ഇതുപോലൊരു തിരിച്ചടി ആൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആൻഡ് പിന്നെ ഞാൻ പറയുന്നത്, ഇത് കാണോ ഇല്ലയൊന്നും എനിക്ക് ഇനിയും അറിയില്ല. പക്ഷേ ഇപ്പോൾ എവിടെയാണോ നമ്മൾ നിന്ന് തെറ്റ് ചെയ്തത് അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ അതേ ലാംഗ്വേജിൽ തന്നെ നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് സംഭവം ഡ്രാമയാണെങ്കിൽ കൂടെ നമ്മൾ കാണുന്നവരൊക്കെ പൊട്ടന്മാരല്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് താങ്കൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വശം ഹെലനോ സ്പാർട്ട എന്ന ധന്യ. പിന്നെ ഇത് റിയാക്ട് ചെയ്ത ചുരുക്കം നേരത്തെ പറഞ്ഞ പോലത്തെ 4-5 ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു എന്താ പറയുക ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണം. മറ്റുള്ളവരെ എന്ത് പറഞ്ഞും ക്രൂശിക്കാം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആയിരിക്കാം. അപ്പോൾ നിങ്ങളത് പേഴ്സണലായിട്ട് പോയി പറയുന്നു. അതേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളെ അത് ബാധിക്കില്ല എന്നുള്ള തരത്തിലാണെങ്കിൽ നിങ്ങളത് പബ്ലിക്കായിട്ട് ഇതുപോലെ കോണ്ടന്റ് ാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് അതൊരിക്കലും ചെയ്ത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളും നിങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. ഇപ്പോഴും നമ്മളത് എന്താ പറയുക നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും സ്വയം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ രീതിയിലല്ലാതെ നിങ്ങൾ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഡെയിലി ലൈഫിൽ ഒരാളാണ്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം നമ്മൾക്കത് ഇരുന്ന് കാണുന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കില്ലെങ്കിലും എപ്പോഴും കണക്റ്റഡ് ആണ്. കാരണം അതാ നമ്മളിപ്പോൾ എന്ത് ജോബ് ചെയ്യുന്ന സമയത്തും ഇതവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്പോ അല്ലെങ്കിൽ ഫോണോ അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇത് കാണണമെന്നില്ല അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ചീറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ആവശ്യത്തിന് ഇപ്പം ഈവൻ ഞാൻ പോലും നമ്മളൊരു ഇൻകം ഏണിംഗ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കാം നമ്മളിത് മൈൻഡിൽ കാണുന്നത്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഫൂളായിക്കൊണ്ട് ഞാൻ മാത്രം സംഭവമാണ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ലേ പണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് വന്ന് പറയണം. കാരണം നിങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വേറൊരാളാണെങ്കിൽ പോയിട്ട് അവർ പരസ്പരം സംസാരിച്ച് അവിടെ ക്ലിയർ ആക്കും. പക്ഷേ എന്തും ഏതും മറ്റുള്ളവരുടെ വീട്ടിലുള്ള എന്തും ഏതും ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലു ഫാമിലിയുടെ പൊന്നൂനൊക്കെ വിമർശിച്ച പോലെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ വിമർശനത്തിനൊരു കുമ്പാരമായിട്ട് നിങ്ങൾ വരുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിങ്ങളുടെ വീട്ടിലുള്ളവർ ചെയ്താൽ നിങ്ങളത് ഉണ്ടാക്കണം. അവിടെയാണ് നിങ്ങളുടെ എന്താ പറയുക ജെന്യൂനിറ്റി എന്താ പറയുക നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പോസ് ചെയ്യപ്പെടും, തീർച്ചയായിട്ടും ചെയ്യപ്പെടും. കാരണം ഒരുപാട് ദിവസമൊന്നും നമുക്കിതിങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതാ മുന്നോട്ട് വരും. ഹെലനോ സ്പാർട്ടയുടെ അടുത്ത് ഒരു കാര്യം, നിങ്ങൾ ചെയ്ത ഇംഗ്ലീഷിലുള്ള പ്രൊമോഷൻ മലയാളത്തിൽ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മലയാളീസിനോ അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ആ ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നത് ആളുടെ വോളിൽ ഇട്ടിരിക്കുന്ന മലയാളീസിന് എന്താ പറയുക നോൺ മലയാളീസിന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളത് ഒന്നുകിൽ തർജ്ജമ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓണായിട്ട് ഒരു വീഡിയോയും കൂടെ ഒരു സോറി ഇട്ടിട്ട് പബ്ലിക്കായിട്ടിട്ട് അത് അയാളുടെ വാളിലേക്ക് കൂടെ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ചെയ്യുമെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് എത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് അയാളെ ടാഗ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. അല്ലെങ്കിൽ അയാളുടെ വാളിൽ പോയിട്ട് ഒരു പിൻ ചെയ്യാൻ പറയുക. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യണം. അപ്പം നമ്മൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ഒരു ഡ്രാമയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കണം.